ലോകമെമ്പാടുമുള്ള മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ തൃശൂർ പൂരം ഇന്ന് പ്രതിസന്ധികളിൽപ്പെട്ടുഴലുകയാണ്. പൂരം എക്സിബിഷൻ സ്ഥലത്തിന്റെ തറവാടക കൊച്ചിൻ ദേവസ്വം ബോർഡ് കുത്തനെ ഉയർത്തിയതാണ് പ്രതിസന്ധിക്ക് അടിസ്ഥാന കാരണം. 2.25 കോടി രൂപ തറവാടക വേണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ ആവശ്യം. ഈ തുക താങ്ങാനാവില്ലെന്നും തൃശൂർ പൂരം ചടങ്ങ് മാത്രമായി നടത്തുമെന്നുമാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ ഒറ്റക്കെട്ടായി തീരുമാനിച്ചിട്ടുള്ളത്. സർക്കാർ ഇച്ഛാശക്തിയോടെ ഇടപെട്ടാൽ പരിഹരിക്കാവുന്ന വിഷയങ്ങൾ മാത്രമാണിതെന്നും എന്നാൽ അതുണ്ടാകുന്നില്ല എന്ന ആക്ഷേപവും വളരെ ശക്തമാണ്. പൂരത്തിന്റെ ശോഭ കെടുത്തുന്ന ഒരു നീക്കവും ഉണ്ടാകരുതെന്നും പ്രശ്നങ്ങൾ പരിഹരിക്കാനായി സർക്കാർ നേരിട്ടിടപെടുകയാണ് വേണ്ടതെന്നും തൃശൂർ MP TN പ്രതാപൻ മെട്രോ പോസ്റ്റിനോട് പറഞ്ഞു. പാറമേക്കാവ് ദേവസ്വവും തിരുവമ്പാടി ദേവസ്വക്കാരും കൂടി മുഖ്യമന്ത്രി 2 തവണ കണ്ടു. തൃശ്ശൂർക്കാരനാണ് ദേവസ്വം മന്ത്രി K. രാധാകൃഷ്ണൻ. ഞങ്ങളൊക്കെ ആത്മസുഹൃത്താണ്. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് MP എന്ന നിലയിൽ. അദ്ദേഹമുള്ള പൊതുവേദിയിൽ തന്നെ കഴിഞ്ഞ എക്സിബിഷൻ സമാപനത്തിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹം പരസ്യമായി മൈക്കിലോട് പറഞ്ഞു, എമിക്കബിളായി സെറ്റിൽ ചെയ്യും, ഒരാരും ആശങ്കപ്പെടേണ്ട, ഒരു രീതിയിലും പ്രതിസന്ധി ഉണ്ടാകില്ല, നല്ല രീതിയിൽ തീർക്കുമെന്ന് അദ്ദേഹം പറയണ്ടായി. ഞാൻ മനസ്സിലാക്കുന്നത് തിരുവമ്പാടിയും പാറമേക്കാവും ഉൾപ്പെടെയുള്ള ദേവസ്വം ഭാരത 5 6 തവണ അദ്ദേഹവുമായി സംസാരിച്ചു. ഒരു തീരുമാനം ഇത് കോടതിയിൽ അഡ്വക്കേറ്റ് ജനറൽ മുഖാന്തിരം ദേവസ്വത്തിന് വേണ്ടി വാദിക്കുന്ന ഗവൺമെന്റ് പ്ലീഡർ വഴി ഈ ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിൽ ഗവൺമെന്റിന്റെ അഭിപ്രായമായി, കൊച്ചി ദേവസ്വം ബോർഡ് അഭിപ്രായമായി ഇന്ന രീതിയിൽ ഞങ്ങൾ സെറ്റിൽ ചെയ്യാൻ തയ്യാറാണെന്ന് പറയണ്ടേ? അത് പറഞ്ഞിട്ടില്ല. അത് പറയിപ്പിക്കാൻ ഈ ദേവസ്വത്തെ പ്രേരിപ്പിക്കേണ്ട ചുമതല ഗവൺമെന്റിനുണ്ട്, ദേവസ്വം ബോർഡ് മന്ത്രിക്കുണ്ട്. അത് നിർവഹിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. പൂരത്തിന്റെ പ്രതിസന്ധി ഉയർത്തിക്കാട്ടി രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള നീക്കങ്ങളാണ് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ചെയ്യുന്നതെന്നാണ് കോർപ്പറേഷനിലെ പാർലമെന്ററി പാർട്ടി ലീഡർ വിനോദ് പൊള്ളഞ്ചേരി തുറന്നടിക്കുന്നത്. ഇതിനു മുമ്പ് പൂരഭൂമി തകർക്കാൻ ശ്രമിച്ചവരാണ് കോൺഗ്രസ് എന്ന ഗുരുതരാരോപണവും വിനോദ് പൊള്ളഞ്ചേരി ഉയർത്തുന്നുണ്ട്. കോൺഗ്രസ്സുകാരാണ് അതിന്റെ മുൻപന്തിയിൽ എന്നുള്ള രീതിയിലുള്ള വലിയൊരു പ്രഹസനമായിട്ടുള്ള സമരങ്ങൾ നടക്കുന്നുണ്ട്. സത്യത്തിൽ അത് കാണുമ്പോൾ നമുക്ക് ചെറിയ വരുന്നു. 2012-13 ആ കാലഘട്ടത്തിൽ കോൺഗ്രസിന് മൃഗീയ ഭൂരിപക്ഷമാണ് ഈ കൗൺസിലിൽ. ഞാൻ അന്നുണ്ട് കൗൺസിലിൽ. ഞങ്ങൾ ഇന്ന് 2 മെമ്പർമാരുള്ളൂ. അന്ന് കോൺഗ്രസിന് 47 പേര്, 55-ന് 40 പേര്, മൃഗീയ ഭൂരിപക്ഷം. 10 മിനിറ്റ് പോലും തയ്യാണ്ടാണ് ഇവര് അന്നത്തെ മാസ്റ്റർ പ്ലാൻ ഇവിടെ പാസ്സാക്കി പോയത്, ഒരു ചർച്ചയില്ലാണ്ട്. പിന്നീട് അതിന്റെ കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ നമ്മൾ ഞെട്ടി. അന്ന് ഇവര് വന്നിട്ടുള്ള മാസ്റ്റർ പ്ലാനിൽ ഇന്ന് 22 മീറ്ററുള്ള സ്വരാജ് റൗണ്ടിന്റെ റോഡ് അത് 36 മീറ്റർ ആക്കിയിട്ടാണ് ഇവർ അന്ന് ഇത് പാസ്സാക്കിയത്. 36 മീറ്റർ എന്ന് പറഞ്ഞാൽ ഈ 22 ബാക്കി 14 വരുന്നത് ഈ തൃശ്ശൂർ പൂരപ്പറമ്പിൽ നിന്നാണ് എടുക്കണ്ടേ. മനസ്സിലായ? പൂരത്തിനെ തന്നെ ഇല്ലാണ്ടാക്കാൻ നോക്കിയ ആൾക്കാരാണ് കോൺഗ്രസ്സുകാർ. അവരിപ്പോ ഞങ്ങളെ പൂരം നടത്തുന്നുള്ള രീതിയിലാണ് സമരാഭാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു രഹസ്യ അജണ്ട. അതിപ്പോ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ, അവരെ വോട്ടിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണോ, ഇവര് ഹിന്ദുക്കളെ തകർക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ സാധിക്കുള്ളൂ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണോ, ഒന്നും അറിയില്ല. വ്യാപകമായിട്ട് ഈ നമ്മുടെ ഒരു വലിയൊരു സമൂഹത്തിനെ ഇവര് കാര്യമായിട്ട് വേട്ടയാടുന്നുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നതിന് ശേഷം. അതിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പൊ ഈ തൃശ്ശൂർ പൂരത്തിന്റെ മേലെ ഇപ്പൊ 2 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പൂരം നടത്തിപ്പിനെ തൃശൂർ കോർപ്പറേഷൻ എതിരാണെന്ന മട്ടിൽ ചിലർ നടത്തുന്ന പ്രചരണങ്ങൾ രാഷ്ട്രീയ തട്ടിപ്പ് മാത്രമാണെന്ന് മേയർ MK വർഗീസ് പറഞ്ഞു. ഇത്രയധികം സാമ്പത്തികമായ ഒരു ബാധ്യത അവർക്ക് ഈ പറയുന്ന ദേവസ്വത്തിന് വരുന്നുണ്ടെങ്കിൽ നമ്മൾ തയ്യാറാണ്. നമ്മുടെ സ്ഥലം വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. കാരണം നല്ല എക്സിബിഷൻ മുടങ്ങാൻ പാടില്ല. അതാണ് നമ്മുടെ ഉദ്ദേശം. എക്സിബിഷൻ ഒരു കാരണവശാലും മുടങ്ങരുത്. കാരണം തൃശ്ശൂർ പൂരം നടക്കണം. അതിനനുസരിച്ച് ഞങ്ങൾ മറ്റു ഇത്രയും ഭീമമായ സംഖ്യ കൊടുക്കാൻ ഈ 2 ദേവസ്വത്തിനും സാധിക്കുന്നില്ലാത്ത പക്ഷം ഞങ്ങൾ അവരെ സഹായിക്കും. സ്ഥലം കൊടുക്കും. വളരെ നിസ്സാരമായിട്ടുള്ള പേരിന് മാത്രമുള്ള വാടക മാത്രം വാങ്ങിച്ചുകൊണ്ട് നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതേസമയം സർക്കാരും കോർപ്പറേഷനും നടത്തുന്നത് ഒത്തുകളിയാണെന്നും മേയറുടേത് ഇരട്ടത്താപ്പാണെന്നുമാണ് പ്രതിപക്ഷ നേതാവ് രാജൻ J. പല്ലൻ ഉയർത്തുന്ന വിമർശനം. തൃശൂർ കോർപ്പറേഷന്റെ സ്റ്റാൻഡും ശരിയല്ല. ഞങ്ങൾ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ 30 കൗൺസിലർമാര് 55 കൗൺസിൽ 30 കൗൺസിലർമാര് പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മേയറും ഇടതുപക്ഷ നേതാക്കളും അതിന് CPM പ്രത്യേകിച്ച് CPM അതിന് അനുകൂലമായ അന്തരീക്ഷം ആയിരുന്നില്ല. അവരുടെ സ്റ്റാൻഡ് പറഞ്ഞത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആണ് ക്ഷേത്രഭൂമിയെങ്കിൽ അവർക്ക് വാടക നിശ്ചയിക്കാനുള്ള അധികാരമുണ്ടെന്നാണ്. അതിനർത്ഥം എന്താ? അതിനർത്ഥം കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുന്ന 2,20,00,000 രൂപ ന്യായമാണെന്നല്ലേ?
അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കൊച്ചിൻ ദേവസ്വം ബോർഡിനെ കൊണ്ട് പാറമേക്കാവ് തിരുവമ്പാടിയിൽ നിന്നും പൂര എക്സിബിഷന് വേണ്ടി അങ്ങനെ തുക അനുവദിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അത് ഞങ്ങൾ ആരും അനുവദിക്കുന്ന പ്രശ്നമല്ല. മേയർ പ്രഖ്യാപിച്ചത് തിരുവമ്പാടിക്കും പാറമേക്കാവിനും പൂരം നടത്താൻ സാധിച്ചില്ല എങ്കിൽ കോർപ്പറേഷൻ പൂര എക്സിബിഷൻ നടത്തുന്നുള്ള അദ്ദേഹം പറഞ്ഞത്. അതെന്നെ ഗൗരവമായി തെറ്റല്ലേ? അത് കൊച്ചിൻ ദേവസ്വം ബോർഡും തൃശൂർ കോർപ്പറേഷനും സംസ്ഥാന ഗവൺമെന്റും തമ്മിലുള്ള ഒരു എന്താ പറയാ ഒരു കൂട്ടുകെട്ടല്ലേ? അത് ഒരു തെറ്റായ സമീപനല്ലേ? അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഒരു ഒത്തുകളിയാണ്. 3 മന്ത്രിമാരുണ്ട് തൃശൂർ ജില്ലയിൽ. ദേവസ്വം മന്ത്രി തൃശൂർ ജില്ലക്കാരനാണ്. 1 വർഷമായി ഈ വാടകയുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ നിൽക്കുന്നു. ഒരു ഗവൺമെന്റിന് ഒരു ഫോൺ കോൾ മതി മുഖ്യമന്ത്രിക്ക്. എന്തെന്താ ഈ കൊച്ചിൻ ദേവസ്വം ബോർഡിന് ഒറ്റ ഫോൺ കോൾ മതി. ഇതൊന്നും ചെയ്യുന്നില്ല. രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളാൽ വലിച്ചു കീറാനുള്ളതല്ല മലയാളിയുടെ അഭിമാനമായ തൃശൂർ പൂരം. ഏവരും ഒരൊറ്റ മനസ്സായി നിന്ന് പ്രതിസന്ധികളെ മറികടക്കുകയാണ് വേണ്ടത്. കാലമേൽപ്പിക്കുന്ന ദൗത്യം കൂടിയാണിത്. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നതും അതിനുവേണ്ടി തന്നെയാണ്.